ഇന്നൊരു ചിക്കൻ മുഗലായി റെസിപ്പിയാണ്. ഒന്നുമില്ല, ഒരു ചിക്കൻ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഒരേ ടൈപ്പ് ചിക്കൻ കറി ഉണ്ടാക്കി മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 3 വലിയ സവോളയാണ് ഞാനിവിടെ എടുത്തത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കൂടെ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ വഴണ്ട് കിട്ടും. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം സവോള കുറച്ച് സൈഡിലേക്ക് ആക്കി കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള ജീരകം ചേർക്കുക. കൂടെ തന്നെ ഒരു 10 കാഷ്യൂ നട്ട്സും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യുക. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ ഒരു തക്കാളി നന്നായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ ചേർക്കുക. ഒന്നുകൂടി ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തക്കാളി വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് ചൂടുമാറാൻ വേണ്ടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലകൾ വേണം. കൂടെ തന്നെ 2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്. ഉലുവയുടെ ഉണങ്ങിയ ഇലയാണിത്. ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ചൂടായി വരുമ്പം നമുക്ക് ഒരു അരക്കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ പീസസ് ആക്കിയ ഒരു പൊട്ടറ്റോവും കൂടെ തന്നെ നമ്മളൊരു 3/4 കിലോ ചിക്കനാണ് ഇത് കഴുകി എടുത്ത് വെച്ചത്. അതും കൂടെ ചേർത്ത് ഈ മസാലയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച മിക്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമുക്കൊരു 1.5 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ മൂടി വെച്ച് ചിക്കനും ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ മുഗലായി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുത്താണ്. അത് ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടും. ഇത് നാൻ, പുലാവ്, ഗീ റൈസ്, ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.